അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വൈക്കോൽ കൊണ്ടുവരുന്ന ലോറി ഉടമകളെ പോലീസ് ചൂഷണം ചെയ്യുന്നതായി പരാതി. ഓവർലോഡിന്റെയും അമിതവേഗത്തിന്റെയും പേര് പറഞ്ഞ് വാഹനം അതിർത്തിയിൽ പിടിച്ചിടുന്നത് പതിവ് സംഭവമാണെന്ന് ലോറി ഡ്രൈവർമാർ പരാതി പറയുന്നു. കൈക്കൂലിക്ക് വേണ്ടിയാണ് തമിഴ്നാട് പോലീസ് നടപടിയെന്നാണ് ആരോപണം. വരിവരിയായി കിടക്കുന്ന വൈക്കോൽ ലോറികൾ കേരള തമിഴ്നാട് അതിർത്തിയിലെ പതിവ് കാഴ്ചയാണ്. ഈ ലോറികളിൽ പലതും ഓവർലോഡ് എന്ന പേരിൽ തമിഴ്നാട് പോലീസ് പിടിച്ചിടുന്നവയാണ്. കൈക്കൂലി നൽകാതെ കേരളത്തിലേക്ക് കടക്കാൻ ലോറികളെ അനുവദിക്കാറില്ല. കൂടാതെ ഓവർ സ്പീഡ് ഉൾപ്പെടെ പല കാരണങ്ങൾ പറഞ്ഞും തമിഴ്നാട് പോലീസ് കൈക്കൂലി ആവശ്യപ്പെടാറുണ്ടെന്നും ലോറി തൊഴിലാളികൾ പറയുന്നു. പോലീസുകാർക്ക് എല്ലാവർക്കും പൈസ കൊടുത്തില്ല. തമിഴ്നാട്ടിൽ വന്ന് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ കേരള പുണ്യെന്ന് വിളിക്കുക. നമ്മൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കയറി കഴിഞ്ഞാൽ എംഎൽഎ കാശ് വാങ്ങിക്കുക. ചിലപ്പോൾ 200 ചാർജ് ചെയ്ത് വിടും. ആ ചാർജ് ചെയ്ത പേപ്പർ കൊണ്ട് ഹൈവേ പെട്രോളിപ്പോൾ അവരെ കാണിക്കുമ്പോൾ ചിലപ്പം ശരി പൊക്കോളാൻ പറയും. അവിടെ 100 രൂപ കൊടുത്ത് ചാർജ് ചെയ്യുമ്പോൾ 200 രൂപ വാങ്ങിക്കും. 100 രൂപ ചാർജ്, 100 രൂപ അവർക്ക്. വലിയ ലോറികളിൽ 10 ടൺ വരെ വൈക്കോൽ കയറ്റി വരാൻ മുമ്പ് തമിഴ്നാട് പോലീസ് അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഭാരം കൂടിയെന്ന പേരിൽ റോഡിൽ തടഞ്ഞിട്ട് പീഡിപ്പിക്കുന്നതെന്നും ഇവർ പറയുന്നു. മധുരയിൽ നിന്നും തെങ്കാശിയിൽ നിന്നുമെല്ലാം 2 ദിവസം വരെ കാത്തുനിന്നായിരിക്കും പലപ്പോഴും ഒരു ലോഡ് വൈക്കോൽ ലഭിക്കാറുള്ളതെന്നും കേരള ലോറികൾ പ്രത്യേകം നോക്കിയാണ് ചൂഷണം നടത്തുന്നതെന്നും പരാതിയുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.